ഗോഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ആരാണ് ഈ ഗോഗ്? ആരാണ് ഈ മാഗോഗ്? യഹൂദ ജാതിയുടെ ഭാവി എന്തായി തീരും എന്നറിയാമോ? ആരാണ് അവരുടെ പ്രധാന ശത്രുവായി വരുവാൻ പോകുന്നത് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം പലപ്പോഴും പലരെയും ചിന്താക്കുഴപ്പത്തിലാക്കാറുണ്ട്. എന്നാൽ ബൈബിളിൽ ഇതിനെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള മറുപടികൾ നൽകിയിട്ടുണ്ട്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മേൽ പിശാചിനുള്ള സ്വാധീന ശക്തി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്കിലും ഒരു ദൈവത്തിൻ്റെ പൈതലിനെ തൊടുവാൻ അവന് സാധിക്കുകയില്ല എന്നുള്ളത് അവൻ്റെ പരിമിതി വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തോട് പോരാടുക എന്നുള്ളതാകുന്നു അവൻ്റെ പരമമായ ലക്ഷ്യം. അതിനായി അവൻ തൻ്റെ സ്വാധീനത്തിലുള്ള സകലത്തെ ഉപയോഗിക്കും. യെഹെസ്കേൽ പ്രവചനം 38 അധ്യായത്തിൽ കൂടെ ഇന്ന് നമ്മൾ കടന്നു പോകാം. യെഹെസ്കേൽ പ്രവചനത്തിലെ ഏതെങ്കിലും ഭാഗം സാധാരണ മനുഷ്യർക്ക് പരിചിതമാണെങ്കിൽ അത് യെഹെസ്കേൽ പ്രവചനം 38 39 അധ്യായങ്ങളാണ്. ഈ പുസ്തകത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ശരിയായ ഒരു വിശദീകരണം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഇതായിരിക്കും. ഗോഗിനെയും മാഗോഗിനെയും ദൈവം വിരോധിക്കുന്നതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് ഈ അധ്യായങ്ങളിലെ വിഷയം. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ രീതിയാണ് ഞാൻ ഈ അധ്യായങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ പ്രത്യേക പരിഗണനയ്ക്കായി ചില പ്രധാന യാഥാർത്ഥ്യങ്ങൾ ഉയർത്തി കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗോഗിനെക്കുറിച്ചും മാഗോഗിനെക്കുറിച്ചും പല പ്രസംഗങ്ങൾ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ വളരെയേറെ കേട്ടിട്ടുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, യെഹെസ്കേൽ പ്രവചനത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാതെ ഈ പുസ്തകം എഴുതിയതിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാതെ പലരും ഇത് വ്യാഖ്യാനിക്കാറുണ്ട്. അതിൻ്റെ ഫലമായി അപ്പോൾ കിട്ടുന്ന വിചിത്രമായ വ്യാഖ്യാനങ്ങളുമായി പലരും രംഗത്ത് വന്നിട്ടുണ്ട്, വരുന്നുമുണ്ട്. അത് വിളിച്ചു പറയുമ്പോൾ കേൾക്കാൻ സുഖമുള്ളത് കൊണ്ട് ആളുകളൊക്കെ അങ്ങനെ കേട്ടിരിക്കും. എന്തെങ്കിലും സംഭവിക്കുക എന്ന് കേട്ടാൽ ഉടനെ അതിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വേദപുസ്തകത്തിലെ ഒരു ഭാഗമെടുത്ത് മനുഷ്യർ സംസാരിക്കാറുണ്ട്. എല്ലാം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ മിക്കപ്പോഴും ഇങ്ങനെ പറയുന്നവർ അവരുടേതായ വ്യാഖ്യാനം മാത്രമായിരിക്കും കൊണ്ടുവരുന്നത്. അത് ദൈവവചനത്തോട് യോജിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് അനേകരെ ചിന്താക്കുഴപ്പത്തിലാക്കുകയും ചെയ്യും. യെഹെസ്കേലിൻ്റെ പ്രവചനം മുഴുവനും എന്തിനെ കേന്ദ്രീകരിച്ചുള്ളതാണെന്നറിയാതെ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലുള്ള പ്രശ്നം ഇതാണ്. ഇസ്രായേലിന് വേണ്ടി ദൈവത്തിന് വളരെ ഉറപ്പായ ഒരു ഉദ്ദേശമുണ്ട്. യെഹെസ്കേൽ പ്രവചനം 37 അധ്യായത്തിൽ നാം അത് കണ്ടു കഴിഞ്ഞു. ഈ ജനം, ഈ ജാതി ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. അവർ വീണ്ടും സജ്ജരാകുവാൻ പോകുകയാണ്. അതും അവർ ആത്മീക ജീവൻ പ്രാപിക്കുവാൻ പോകുന്ന അവസ്ഥ. രാഷ്ട്രീയമായി അവർ വരുന്നു എന്നല്ല, ആത്മീക ജീവൻ പ്രാപിക്കുവാൻ പോകുന്ന അവസ്ഥ. യെഹെസ്കേൽ പ്രവചനം 38 39 അധ്യായങ്ങൾ ആ വിഷയത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. അന്ത്യനാളുകളിൽ ഇസ്രായേലിനെതിരെ വരുന്ന ഒടുവിലത്തെ ശത്രുവിനെക്കുറിച്ച് ഈ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ആരാണ് ആ ശത്രു? ആരാണ് ഈ ഗോഗ്? വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളല്ലേ? അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, യെഹെസ്കേൽ പ്രവചനം 38 39 അധ്യായങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന യഹൂദജാതി അല്ലെങ്കിൽ ഇസ്രായേൽ 2500 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജാതി അല്ല എന്നതുപോലെ ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രവും അല്ല അത്. പിന്നെയോ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടതിന് ശേഷം തങ്ങളുടെ മശിഹായെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് മടങ്ങി വരുന്ന ഭാവിയിലെ യഹൂദന്മാരുടെ കൂട്ടത്തെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. ഇത് പ്രത്യേകം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ
അന്നത്തെ, അതായത് ഇനിയും വരുവാനുള്ള ആ യഹൂദ ജാതിയുടെ ശത്രുവായി പറഞ്ഞിരിക്കുന്ന മാഗോഗ് ദേശത്തിലെ ഗോഗ്, റഷ്യ എന്ന് നാം അറിയപ്പെടുന്ന ആ പ്രദേശമാകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് നാം അറിയുന്ന റഷ്യ എന്ന രാജ്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ ഇന്നത്തെ ഇസ്രായേലും ഇന്നത്തെ റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടാകുമെന്ന് പറയുകയല്ല ഈ പ്രവചന വ്യാഖ്യാനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങളിൽ പറയുന്ന ഇസ്രായേലിൻ്റെ ശത്രു ഗോഗ് ഇന്നത്തെ റഷ്യൻ പ്രദേശമാകുന്നു എന്നാണ് പ്രബലമായി വിശ്വസിക്കപ്പെടുന്നത്. അക്ഷരികമായി സഹസ്രാബ്ദ വാഴ്ചയൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവർ ഈ ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നത് റഷ്യയെക്കുറിച്ചാണെന്ന് സമ്മതിക്കുകയില്ല. ഇവിടെ പറയുന്ന ഇസ്രായേലിൻ്റെ ശത്രു ഈ പറയുന്ന പ്രദേശമാകുന്നു എന്നതിന് 3 കാരണങ്ങളാണ് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് മാറിയെങ്കിലും ചിന്താഗതിയിൽ വലിയ മാറ്റം വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ സ്ഥലമാകുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് 3 കാരണങ്ങൾ ഞാൻ പറയാൻ പോകുകയാണ്. ഒന്നാമത്തെ കാരണം ഭാഷാവിഷയകമായ പ്രതിഭാസം. രണ്ടാമത്തെ കാരണം ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസം. മൂന്നാമത്തെ കാരണം പ്രത്യയശാസ്ത്രപരമായ പ്രതിഭാസം. ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ട ചിന്തകളാകുന്നു, പഠിക്കേണ്ട കാര്യങ്ങളാകുന്നു. ഈ പറഞ്ഞതൊക്കെ കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വിശദീകരിക്കാം. ഒന്ന്, എന്താണ് ഈ ഭാഷാവിഷയകമായ പ്രതിഭാസം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്? യെഹെസ്കേൽ പ്രവചനം 38 അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ തന്നെ ഞാൻ വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. ഗോഗ് എന്നത് ഭരണാധിപൻ എന്നതിനുള്ളൊരു വാക്കാണ്. വീടിൻ്റെ മേൽക്കൂരയ്ക്ക് അല്ലെങ്കിൽ മേൽത്തട്ടിന് ഉപയോഗിച്ചിരുന്ന പദമായിരുന്നു ഈ ഗോഗ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവൻ എന്നാണ് അതിനർത്ഥം. ഗോഗ് എന്നതിനേക്കാൾ നല്ലൊരു പേര് ഒരു സ്വേച്ഛാധിപതിക്ക് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്നവൻ ഉയർന്ന സ്ഥാനത്തല്ല എങ്കിൽ ഒരു ഏകാധിപതിയാകുവാൻ കഴിയുകയുമില്ല. ഏറ്റവും ഉയർന്ന സ്ഥാനത്താകുന്നു എങ്കിൽ ഒരു സ്വേച്ഛാധിപതി ആയിരിക്കും. മാഗോഗ് എന്നതിൻ്റെ അർത്ഥം തല എന്നത്രേ. റോഷ് എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥവും തല എന്താണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ച കിഴക്കൻ സഭയുടെ ചരിത്രം, അതായത് ഹിസ്റ്ററി ഓഫ് ദി ഈസ്റ്റേൺ ചർച്ച് എന്ന പുസ്തകത്തിൽ ജസേനിയസ് എന്ന മഹാനായ ഒരു എബ്രായ പണ്ഡിതൻ റോഷ് എന്ന പദം സൂചിപ്പിക്കുന്നത് റഷ്യയായിരിക്കും എന്ന് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരോട് ചേർന്ന് എഴുത്തുകാരനായ ഡീൻ സ്റ്റാൻലി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ പഴയ നിയമം മുഴുവൻ പരിശോധിച്ചാൽ ഒരു ആധുനിക രാഷ്ട്രത്തെക്കുറിച്ചുള്ള പരാമർശം ഇത് മാത്രമാകുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇത് വളരെ ശ്രദ്ധേയമായിരിക്കുന്നു. റോഷ് എന്ന സർവനാമം യെഹെസ്കേൽ ഉപയോഗിക്കുമ്പോൾ അത് സ്കിത്യ പ്രദേശങ്ങളിൽ പാർത്തിരുന്ന ആളുകളെക്കുറിച്ചാണ് എന്നും അതിൽ നിന്നുമാകുന്നു ആധുനിക റഷ്യയ്ക്ക് അതിൻ്റെ പേര് ലഭിച്ചതെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. റഷ്യയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു എന്നറിയാമോ? മസ്കോവി. ഇത് മേശക് എന്ന പദത്തിൽ നിന്നും വന്നതാണ്. AD 1533 ഇവാൻ 4-ാമൻ മസ്കോവേറ്റ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. റഷ്യൻ ഭരണാധികാരിക്ക് സർ എന്ന ഔദ്യോഗിക നാമം ആദ്യമായി സ്വീകരിച്ചത് ഈ പറഞ്ഞതായ ഭരണാധികാരിയായിരുന്നു. മേശക്, തുബാൽ എന്നിവ ഉച്ചാരണത്തിൽ മോസ്കോ, ടൊബ്ലസ്ക് എന്നിവയുമായി വളരെ താതാത്മ്യമുള്ളതായി നമുക്ക് തോന്നുന്നില്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ ഭാഷാശാസ്ത്രപരമായ പ്രതിഭാസം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് യെഹെസ്കേൽ ഈ അധ്യായത്തിൽ പറയുന്നത് റഷ്യയെക്കുറിച്ചാകുന്നു എന്ന് തന്നെയാണ്. ഇനി ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസം. ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ റഷ്യയുടെ സ്ഥാനം യെഹെസ്കേൽ ഇവിടെ പറയുന്നതിനോട് വളരെ യോജിക്കുന്നുണ്ട്. അവസാന നാളുകളിൽ
ഈ പ്രദേശത്തോടൊപ്പമുള്ള രാഷ്ട്രങ്ങൾ ഏതൊക്കെ ആയിരിക്കുമെന്ന് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 6-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അവിടെ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കൂശ്യർ, പൂത്യർ, ഗോമര്യർ, അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തെഗോർമ്യ ഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ഇവിടെ ഗോമരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തെഗർമ്മഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും എന്ന് പറയുമ്പോൾ ഗോമർ ജർമ്മനിയാണ്, തെഗർമ്മഗ്രഹം ടർക്കിയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ തുർക്കിയാണ്. വടക്കേ അറ്റത്ത് എന്നുള്ളത് ഭൂമിശാസ്ത്രപരമായി അതിൻ്റെ സ്ഥാനത്തെയാണ് കാണിക്കുന്നത്. തുടർന്ന് ഈ അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിൻ്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. 39-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇതേ സ്ഥാനത്തെ പറയുന്നുണ്ട്. നിന്നെ വടക്കേ അറ്റത്ത് നിന്നും പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഭൂപടം പരിശോധിക്കുകയാണെങ്കിൽ റഷ്യ ഇസ്രായേലിന് നേരെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു എന്ന് കാണാൻ കഴിയും. ബൈബിളിൽ ദിക്കുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിനോട് ബന്ധപ്പെടുത്തി മാത്രമാണെന്നറിയാമല്ലോ. ബൈബിളിൽ വടക്ക് എന്ന് പറയുമ്പോൾ അത് കേരളത്തിന് വടക്കോ അതുപോലെ തന്നെ ഡൽഹിക്ക് വടക്കോ എന്ന അർത്ഥത്തിലല്ല, ഇസ്രായേൽ ദേശത്തിന് വടക്ക് എന്നാണ് അർത്ഥം. തെക്ക് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ദേശത്തിന് തെക്ക് എന്നാണ്. പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ദേശത്തിന് പടിഞ്ഞാറ്. കിഴക്കെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ദേശത്തിന് കിഴക്ക്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ദേശം ഭൂമിശാസ്ത്രപരമായി ഭൂഗോളത്തിൻ്റെ കേന്ദ്രസ്ഥാനമാണ്. മനസ്സിലായല്ലോ? ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ദേശം ഭൂമിശാസ്ത്രപരമായി ഭൂഗോളത്തിൻ്റെ കേന്ദ്രമാണ് ബൈബിളിനെ അനുസരിച്ച്. ഇനി മൂന്നാമതായി പ്രത്യയശാസ്ത്രപരമായ പ്രതിഭാസം, അതുകൂടി ഞാൻ പറയാം. പ്രത്യയശാസ്ത്രപരമായ പ്രതിഭാസം. ഗോഗും മാഗോഗും റഷ്യയെ പ്രതിനിധീകരിച്ചിരുന്നു എന്നതിനെ പ്രത്യയശാസ്ത്രപരമായ പ്രതിഭാസം എങ്ങനെ പിന്തുണയ്ക്കുന്നു എന്ന് നാം കാണണമെങ്കിൽ 3-ാം വാക്യം നോക്കാം. 38-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഇത് വളരെ അസാധാരണമായൊരു ഭാഷയാകുന്നില്ലേ? ദൈവം ചില രാഷ്ട്രങ്ങൾക്കെതിരാകുന്നു എന്ന് പറയുന്നതായി യെഹെസ്കേലിൻ്റെ ഈ പുസ്തകത്തിൽ പല പ്രാവശ്യം നാം കാണുന്നുണ്ട്. ദൈവം അവരോട് എതിരായിരിക്കാൻ തക്കവണ്ണം അവരുടെ രീതികൾ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികൾ, അവരുടെ പ്രവൃത്തികൾ ആയതിനാലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പക്ഷാഭേദപരമായി ദൈവം ഇടപെടുന്നു എന്നതല്ല ഇവിടുത്തെ അർത്ഥം. ബാബേലിനെക്കുറിച്ച് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മിസ്രൈമിനെക്കുറിച്ച് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെ, തനിക്കും തൻ്റെ ജനത്തിനും എതിരായി നിന്ന രാഷ്ട്രങ്ങളോടൊക്കെ താൻ അവയ്ക്ക് വിരോധമായിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ അന്ത്യനാളുകളിൽ ദൈവത്തിനും ദൈവജനത്തിനും എതിരായി ഉയർന്നു വരാനിരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. ഇത് പറയുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രം നിലവിലില്ല താനും. ഈ രാജ്യം ദൈവത്തിനെതിരാകുന്നു എന്ന് നാം അറിയുന്നത് ദൈവം അതിനെക്കുറിച്ച് ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നാം എങ്ങനെ അറിയും? ഇത് വളരെ വ്യത്യസ്തമായിരിക്കുന്നു അല്ലേ? കാരണം മറ്റ് രാഷ്ട്രങ്ങളെക്കുറിച്ച് ദൈവം ഇങ്ങനെ പറഞ്ഞപ്പോൾ അവ അന്ന് ലോകത്തുണ്ടായിരുന്നതും ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തെ ത്യജിക്കുകയും ചെയ്തവരായിരുന്നു. പക്ഷേ ഈ പ്രവചനം നൽകുന്ന സമയത്ത് ഗോഗ് എന്നൊരു രാഷ്ട്രമില്ലായിരുന്നു. എങ്കിലും ദൈവം പറയുകയാണ് താൻ അതിന് വിരോധമായിരിക്കുന്നു എന്ന്. ഞാനും നിങ്ങളും കഴിഞ്ഞ തലമുറകൾ കാണാത്ത ചിലതൊക്കെ കണ്ടിട്ടുണ്ട് എന്നത് എല്ലാവരും സമ്മതിക്കും. അടിസ്ഥാന തത്വശാസ്ത്രം നാസ്തികം ആയിട്ടുള്ള ഒരു രാഷ്ട്രം ഉയർന്നു വന്നത് നാം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നാം കണ്ടു. ലോകത്തിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു ചിന്താഗതി, നിരീശ്വരത്വം, ദൈവമില്ല എന്നുള്ള പ്രസ്താവനയിന്മേലാണ് സോവിയറ്റ് യൂണിയൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾ നിലനിന്നിരുന്നത്. നിരീശ്വരത്വത്തിന്മേൽ
അല്ലെങ്കിൽ നാസ്തിക ചിന്താഗതിയിൽ അധിഷ്ഠിതമായി പടുത്തുയർത്ത മറ്റൊരു രാഷ്ട്രവും ഭൂമിയിൽ അതുവരെ ഉണ്ടായിരുന്നില്ല. ചിലർ ഇപ്പോൾ ചോദിച്ചേക്കാം, അല്ല, അപ്പോൾ ഈ കഴിഞ്ഞ കാലത്തെ വിഗ്രഹാരാധികളായ ജാതീയ രാഷ്ട്രങ്ങളോ അവ നിരീശ്വരത്വത്തിലായിരുന്നില്ലേ? അല്ല, അവർ അങ്ങനെ ആയിരുന്നില്ല. അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു, നിരീശ്വരരായിരുന്നില്ല, നാസ്തികരായിരുന്നില്ല. അവർ പല ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നു എന്നാണ് അർത്ഥം. ആരംഭത്തിൽ തന്നെ മനുഷ്യർ വഴിതെറ്റിപ്പോയി. എന്നാൽ അവർ നിരീശ്വരവാദികളായില്ല, നാസ്തികരായില്ല. ഈശ്വര നിന്ന അവരുടെ ജീവിതത്തിലില്ലായിരുന്നു. എന്തൊക്കെയായാലും നോഹയുടെ കാലത്ത് ഒരു നിരീശ്വരവാദിയെ താങ്കൾക്ക് കാണുവാൻ കിട്ടില്ലായിരുന്നു. അന്നത്തെ ആ ജനത്തിൻ്റെ പ്രശ്നം അതല്ലായിരുന്നു. അവർ പാപത്തിലാണ്ടുപോയി എന്നതായിരുന്നു അവരുടെ പ്രശ്നം. അവർ പല ദൈവങ്ങളെ ആരാധിച്ചു. ആ കാലത്തെ മനുഷ്യർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. കഴിഞ്ഞ കാലത്തെ എല്ലാ രാഷ്ട്രങ്ങളും ബഹുദൈവ വിശ്വാസികളായിരുന്നു. ഈ പുസ്തകത്തിൽ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന ന്യായവിധികൾ രാഷ്ട്രങ്ങളുടെ ബഹുദൈവ ആരാധനയ്ക്കെതിരെയാണ്. പുരാതന ലോകത്തിൻ്റെ മുഖമുദ്രയായിരുന്നു ബഹുദൈവവാദം. എന്നാൽ അടിസ്ഥാന തത്വശാസ്ത്രം നിരീശ്വരത്വം ആയിരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രമായിരുന്നു സോവിയറ്റ് യൂണിയൻ. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. ദൈവത്തിനെതിരായിരിക്കുന്ന ഒരു രാഷ്ട്രം. ആരംഭത്തിൽ നിരീശ്വരവാദത്തിനെതിരായ ഒരു കൽപ്പന ദൈവം നൽകിയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ ആദ്യത്തെ 2 കൽപ്പനകളിൽ ബഹുദൈവ സേവയ്ക്കെതിരായ കൽപ്പനകൾ താൻ തന്നിട്ടുണ്ട്. 10 കൽപ്പനകളിലേക്ക് വരിക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്ന്. വീണ്ടും 4-ാം വാക്യത്തിൽ പറയുന്ന ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് എന്ന്. ബഹുദൈവ ആരാധനയ്ക്കെതിരെയുള്ള കൽപ്പന നോക്കുക. എന്നാൽ നിരീശ്വരവാദത്തിനെതിരായ കൽപ്പനയില്ല. അതെ, നിരീശ്വരവാദിയായി ആരും ജനിക്കുന്നില്ല. എന്നാൽ ദാവീദിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ നിരീശ്വരത്വം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നതായി നാം കാണുന്നുണ്ട്. 14-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദാവീദ് പാടി, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന്. നിരീശ്വരത്വം, നാസ്തിത്വം എത്ര ഭോഷത്വമാണല്ലേ! മനുഷ്യന് വാദിച്ച് സ്ഥാപിക്കാൻ കഴിയാത്ത ഒന്നത്ര നാസ്തികം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാഷ്ട്രം മുഴുവൻ ആ പ്രത്യയശാസ്ത്രത്തിൽ പടുത്തുയർത്തിയാലോ? അതിനെതിരെ അന്നും എന്നും ലോക നേതാക്കൾ ഒന്നൊന്നായി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. തലതിരിഞ്ഞ തത്വചിന്തകൻ എന്ന ശീർഷകത്തോടെ റൂബ് ഗോൾബർഗ് എന്ന പ്രശസ്ത കാർട്ടൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനെ അനേക വർഷങ്ങൾ നയിച്ച ജോസഫ് സ്റ്റാലിൻ്റെ ഒരു കാർട്ടൂൺ ഒരിക്കൽ വരയ്ക്കുകയുണ്ടായി. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ എഴുതി, മേലഗ്രം താഴെയാണ്, കറുപ്പ് വെളുപ്പാണ്, അകലെ അടുത്താണ്, പകൽ രാത്രിയാണ്, വലുത് ചെറുതാണ്, പൊക്കം താഴ്ന്നതാണ്, തണുപ്പ് ചൂടാണ്, ഉവ്വ് എന്നാൽ ഇല്ല എന്നാണ്. യുക്തിക്ക് നിരക്കാത്തതല്ലേ? വിവരക്കേട്. എന്നാൽ ഈ പറഞ്ഞത് ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ അടിസ്ഥാന പ്രത്യയശാസ്ത്രമായാലോ? ജോസഫ് സ്റ്റാലിൻ ഒരിക്കൽ പറഞ്ഞു, ഭൂലോകത്തിൻ്റെ സർ ചക്രവർത്തിമാരെ നമ്മൾ സ്ഥാനഭ്രഷ്ടരാക്കിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് സ്വർഗത്തിലെ ദൈവത്തെയും സിംഹാസനത്തിൽ നിന്നിറക്കണം എന്ന്. റഷ്യയുടെ സ്പുട്നിക് എന്ന റോക്കറ്റ് ചന്ദ്രനെ മറികടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്നുള്ളൊരു സന്ദേശം റഷ്യയിലെ റേഡിയോയിലൂടെ ഇങ്ങനെ പുറത്തു വന്നു. ഇതായിരുന്നു സന്ദേശം: ഞങ്ങളുടെ റോക്കറ്റ് ഇപ്പോൾ ചന്ദ്രനെ മറികടന്ന് സൂര്യനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എങ്ങും ഞങ്ങൾ ദൈവത്തെ കണ്ടില്ല. ഞങ്ങൾ സ്വർഗത്തിലെ വിളക്ക് കെടുത്തിയിരിക്കുന്നു. ഒരു മനുഷ്യനും ഇനിയും അത് വീണ്ടും തെളിയിക്കാൻ കഴിയില്ല. ഞങ്ങൾ ജനത്തിൻ്റെ കറുപ്പായ സുവിശേഷത്തിൻ്റെ നുകത്തെ ഒടിക്കുന്നു. നമുക്ക് മുന്നേറാം. ക്രിസ്തു വെറും സാങ്കല്പിക കഥാപാത്രമായി തരം താഴ്ത്തപ്പെടാൻ പോകുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്ന് ഓർത്ത്
ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ചന്ദ്രൻ്റെ മറുവശത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണോ അവർ കരുതിയത്? സോവിയറ്റ് യൂണിയൻ ജന്മം കൊള്ളുന്നതിന് മുമ്പേ തന്നെ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് എതിരായിരിക്കും. ഗോഗും മാഗോഗും റഷ്യയോട് എത്രമാത്രം താതാത്മ്യപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ 3 കാരണങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 39 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ പിന്നെയും താൻ ഗോഗിന് എതിരാകുന്നു എന്ന് ദൈവം പറയുന്നുണ്ട്. വടക്കുള്ള ഈ രാജ്യം മറ്റ് രാഷ്ട്രങ്ങളോട് ചേർന്ന് ഇസ്രായേലിനെതിരായി വരുമെന്ന് ഈ അധ്യായം നമ്മോട് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും ഗോഗ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്? 4 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരികയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, വടക്കേ അറ്റത്തുള്ള തെഗർമാഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ സകല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി പുറപ്പെടുമാറാക്കും എന്ന്. ഈ ഗോഗ് ഇസ്രായേലിനെ കീഴടക്കിയതിന് ശേഷം ദൈവം അതിൻ്റെ താടിയെല്ലിൽ കൊളുത്തിട്ട് അവരെ ഇസ്രായേൽ ദേശത്ത് നിന്നും പുറത്താക്കുമെന്നാണ് ഇവിടെ പറഞ്ഞത് എന്ന് ചിലർ ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ദൈവം പറയുന്നത് അതല്ല. ദൈവം അവരെ ന്യായം വിധിക്കുന്നത് ഇസ്രായേലിനുള്ളിൽ വെച്ച് തന്നെ ആയിരിക്കുമെന്ന് ദൈവം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നും അവർ ജീവനോടെ വെളിയിൽ വരികയില്ല. 39 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ ദൈവം പറയുന്നത്, അന്ന് ഞാൻ ഗോഗിന് ഇസ്രായേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കുമെന്നാണ്. ഈ ഭാഗം നാം വായിക്കുമ്പോൾ ഈ ആക്രമണകാരികളായ രാഷ്ട്രങ്ങളെ ദൈവം ഇസ്രായേലിൽ നിന്ന് പുറത്തേക്ക് നയിക്കുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്തതുപോലെയുള്ള ഒരു കൂട്ടക്കൊല അവിടെ അന്നുണ്ടാകുന്നതാണ്. എങ്കിൽ പിന്നെ ദൈവം ആരുടെ താടിയലിൽ കൊളുത്തിടും എന്നാണ് പറയുന്നത്? അതെ, ഇസ്രായേലിൻ്റെ ശത്രുവിൻ്റെ താടിയലിൽ. അവരെ അപ്രകാരം മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അതേക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഞാൻ നിൻ്റെ താടിയലിൽ കൊളുത്തിട്ട് നിന്നെ ഇതാ ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്ന് ദൈവം പറയുന്നു എന്നത്രേ. ഈ സമയം വരുമ്പോൾ ഇസ്രായേൽ ജാതി മുഴുവനും അവരുടെ സ്വന്തം നാട്ടിൽ മടങ്ങിയെത്തിയിട്ടുണ്ടായിരിക്കും. അതാണ് ഈ സമയം. നൂറ്റാണ്ടുകളായി അവർ അതിനെ അവകാശപ്പെടുത്താതെ ഇരിക്കുകയാണല്ലോ. AD 70 റോമൻ ചക്രവർത്തിയായിരുന്ന തീത്തോസ് അതിനെ നശിപ്പിച്ചതിന് ശേഷം യഹൂദജനം ലോകത്തെമ്പാടും അടിമകളായി വിൽക്കപ്പെടുകയായിരുന്നു. ലോകം മുഴുവൻ അവർ ചിതറപ്പെട്ടു. ആ ദേശം പിന്നീട് പാലും തേനും ഒഴുകുന്ന ദേശമായിരുന്നില്ല. ദൈവം പറഞ്ഞു താൻ അതിനെ തീയിടുവാൻ പോകുകയാണെന്ന്. ദൈവം അത് ചെയ്തു. ഓസ്ട്രിയയിൽ നിന്നുള്ള നാടകകൃത്തും ജൂതന്മാർക്ക് അവരുടേതായ രാജ്യം വേണമെന്ന് അവകാശപ്പെടുന്ന സയനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകനുമായ ഡോക്ടർ തിയഡോർ ഹെർസൽ ഇസ്രായേലിനെക്കുറിച്ച് നടത്തിയ അതിപ്രഗത്ഭമായൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ജനതയില്ലാത്തൊരു ദേശമുണ്ട്, ദേശമില്ലാത്തൊരു ജനതയുണ്ട്, ദേശമില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത ദേശം കൊടുക്കുക എന്ന്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായിരുന്ന ഡേവിഡ് ബെൻ ഗുരിയോൺ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. യെഹെസ്കേൽ 37 അധ്യായം നിവർത്തിയായിട്ടുണ്ട്, ഇസ്രായേൽ രാഷ്ട്രം മശിഹായുടെ കാലടി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന്. എന്നാൽ ഇന്ന് ഇസ്രായേൽ ഈ ചിന്തയിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ 25ാമത് വാർഷിക വേളയിൽ അവരുടെ തലസ്ഥാനത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ എബ്രായ ഭാഷയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചത് എന്താണെന്നറിയാമോ? ശാസ്ത്രം ഈ ദേശത്തിന് സമാധാനം നൽകും എന്ന്. പഴയ നിയമം പറയുന്നു മശിഹ ആ ദേശത്തിന് സമാധാനം നൽകുമെന്ന്. വാസ്തവത്തിൽ അവർ ഇന്ന് ഒരു പുതിയ മശിഹായുടെ പിറകെയാണ്. അതെ, ശാസ്ത്രമെന്ന അവരുടെ മശിഹ. ദൈവം പറയുന്നു, ഞാൻ അവരുടെ താടിയലിൽ കൊളുത്തിട്ട് അവരെ കൊണ്ടുവരുമെന്ന്. ഞാൻ വിചാരിക്കുന്നത് ഇസ്രായേലിൻ്റെ ശത്രുവിനെ ഈ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ മതിയായ കൊളുത്തുകൾ ഇപ്പോൾ തന്നെ അവരുടെ താടിയലിൽ നമുക്ക് കാണാൻ കഴിയുമെന്നത്രേ.
ഇസ്രായേലിനെ ആക്രമിക്കുവാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കുന്ന അവരുടെ ചില പ്രധാന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഈ കൊളുത്തുകൾ. അവയിൽ പ്രധാനപ്പെട്ട 3 ഞാൻ പറയട്ടെ. അതെ, ഇസ്രായേലിന് വടക്കുള്ള ശത്രുവിനെ ഇസ്രായേൽ പ്രദേശങ്ങളിലേക്ക് ആകർഷിക്കുന്ന 3 കൊളുത്തുകൾ. ഒന്ന്, സൗകര്യപ്രദമായൊരു തുറമുഖം ഈ വടക്കുള്ളവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇസ്രായേലിലുണ്ട്. 2, ആ പ്രദേശങ്ങളിലെ എണ്ണ ലഭ്യത. 3, ധാതുസമ്പുഷ്ടമായ ചാവുകടൽ. ഇവയെക്കുറിച്ച് വിശദമായി പിന്നീട് നമുക്ക് പഠിക്കാവുന്നതാണ്. എന്നാൽ ഓർക്കുക, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം പ്രവാചകനിലൂടെ എത്ര കൃത്യമായിട്ടാണ് തൻ്റെ പദ്ധതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും അത് സംഭവിക്കുവാനിരിക്കുന്നതേ ഉള്ളൂ. ദൈവം എത്ര വലിയവനാണല്ലേ. അവൻ്റെ പദ്ധതികൾക്കൊന്നും മുടക്കം വരുത്തുവാൻ ആരാലും സാധിക്കില്ല. അവനെല്ലാം കൃത്യസമയത്ത് തൻ്റേതായ ഉദ്ദേശത്തിനായി നിവർത്തിക്കും. ആ ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തെ അനുസരിച്ച്, ആ ദൈവത്തെ സ്നേഹിച്ച് ആരാധിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്കിടയാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകരാഷ്ട്രങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ അവരുടെ ദുഷ്ടതയ്ക്കൊത്തവണ്ണമായിരിക്കും. സോദോം ഗൊമോറ മുതലുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവക്രോധത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ഒരു ദേശശക്തികൾക്കും കഴിഞ്ഞിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാകും. തൻ്റെ ജനത്തോട് അവരുടെ പാപങ്ങളിൽ പങ്കാളികളാകരുതെന്ന് ദൈവം ബുദ്ധി ഉപദേശിക്കുന്നത് ആയതിനാലാകുന്നു.